हेलो गाइस, वेलकम बैक टू अवर चैनल दीपूस रिएक्शन। हम आपके सामने लेकर आ गए एक और नया एपिक रिएक्शन वीडियो। और आज जो वीडियो हम आपके सामने लेकर आए हैं उसका नाम है दृश्यम 3 पार्ट 3। और अगर हम लोग पार्ट 2 के रिकैप की बात करें, पार्ट 2 में यहाँ पर यही दिखाया गया था कि जॉर्ज कुटी सर को बहुत सारे कॉल्स आ रहे हैं उनके मूवी के रिलेटेड। और यहाँ पर यह भी दिखाया गया था कि मीडिया के चीफ एडिटर भी जो है वो अपनी तरफ से इन्वेस्टिगेशन कर रहे हैं वरुण केस के लिए। तो आगे देखते हैं कि कहानी नया मोड़ क्या लेती है। यस, तो चलिए देखते हैं और आगे की कहानी को जानते हैं। So let's get started without any delay. State headquarters, Kerala. सब देख रहे हैं? हाँ। എന്റെ പേര് ജോർജ് കുട്ടി. DGP സാറുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. സാർ ഒരു മീറ്റിംഗിലാ, പുറത്ത് വെയിറ്റ് ചെയ്യൂ. यहाँ मीटिंग में क्या होगा अभी? സുരേഷ് ബാബു സാർ. സുരേഷ് ബാബു സാറിതൊന്നും വിളിക്കണ്ട, ഞാൻ സർവീസിലില്ല, നേരത്തെ ഇറങ്ങി. മോളുടെ ഹയർ എഡ്യൂക്കേഷന് കുറച്ച് കാശ് വേണമായിരുന്നു. ഓക്കെ. അല്ല, ജോർജ് കുട്ടി എന്താ ഇവിടെ? ഞാൻ DGP സാറിനെ ഒന്ന് കാണാൻ വന്നതാ. നടൻ ഹരികുമാറും വരുന്നുണ്ട്. ഞങ്ങളുടെ സിനിമയുടെ ഒരു വ്യാജൻ ഇറങ്ങിയിട്ടുണ്ട്. അതിനൊരു കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാ. സഹി ബാത് ഇരിക്ക്. സാർ ഇറങ്ങിയിട്ട് എത്ര നാളായി? അധികമായിട്ടില്ല, ഒരു 2 दो മാസം. महीना हुआ है। ഇറങ്ങുമ്പോ എറണാകുളം സൈബർ സെല്ലായിരുന്നു. മോൾ എവിടെയാണ്? കാനഡയിലാ, ഓ. ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ കിട്ടി. സാറിന് 2 കുട്ടികൾ. മോൻ ബിടെക് കഴിഞ്ഞു. ओके. പണിയൊന്നായിട്ടില്ല, ഇത്തിരി ഉഴപ്പുണ്ട്. സാർ ഇപ്പൊ ഇവിടെ? എന്റെ VRSന്റെ 1-2 പേപ്പർ ശരിയാക്കാൻ വേണ്ടി വന്നു. ജോർജ് കുട്ടി പടം കാണാൻ പറ്റിയില്ല കേട്ടോ. ഏയ് നല്ല ഉഴപ്പിലായിരുന്നു. കേസൊക്കെ ഒതുങ്ങിയില്ലേ? सब यही केस की बात कर रहे हो सर. എനിക്കറിയില്ല സാർ. പോലീസിന് ഇനി അതിന്റെ പുറകെ പോവാൻ വലിയ താല്പര്യമില്ലെന്നാണ് എനിക്കറിയാം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് ജോർജുട്ടിയുടെ കേസ് പോയത്. സത്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടിൽ വരുമ്പോ സഹദേവനൊരു കളിയാണെന്നാണ് ഞാൻ കരുതിയത്. എന്നെങ്കിലും നേരിൽ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. क्या पूछना था? സത്യത്തിൽ അതൊരു സെൽഫ് ഡിഫെൻസിങ് ആയിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നില്ല? ഗീത മാഡം, അവരായിരുന്നില്ലേ നിങ്ങളുടെ ഭയം? ഒന്ന് ചിന്തിച്ചാ ശരിയാ, അവർ വിചാരിച്ചാൽ പലതും നടക്കുമായിരുന്നു. लाइफ टाइम यही बातें चलेगी. അല്ലെങ്കിൽ ഈ കേസിൽ ആർക്കും നിങ്ങളെ കുറ്റപ്പെടുത്താനാവില്ല. കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഡിപ്പാർട്ട്മെന്റിലെ നല്ലൊരു ശതമാനം ആളുകളും മാനസികമായിട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ആയിരുന്നു. പിന്നെ മനുഷ്യരല്ലേ, ഈഗോയും വാശിയുള്ളവരുണ്ട്. ആ, ജോർജ് കുട്ടിയുടെ ഹീറോ എത്തിയല്ലോ. സാറിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. സന്തോഷം. ഫോട്ടോ എടുക്കണം. അയ്യോ, നമ്മുടെ പ്രായം. പിന്നെ ജോർജ് കുട്ടി, ഞാൻ മോനെ പറ്റി പറഞ്ഞില്ലേ, അവന് ഈ ഡയറക്ഷനിലൊക്കെ താല്പര്യമുണ്ട്. ഷോർട്ട് ഫിലിമിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ജോർജ് കുട്ടി വിചാരിച്ച എന്തെങ്കിലും ചാൻസ്? ഞാൻ നോക്കാം സാർ. സാർ ഓക്കെ, ജോർജ് കുട്ടി നേരത്തെ വന്നായിരുന്നു. ഞാനൊരു അരമണിക്കൂറായി. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയി. സാർ, ഇത് സുരേഷ് ബാബു ഞങ്ങളുടെ സ്റ്റേഷനിൽ പണ്ടുണ്ടായിരുന്നു. DGP ഒരു മീറ്റിംഗിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വിളിക്കും. സർ, മീറ്റിംഗ് കഴിഞ്ഞു, അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ആണോ? എന്നാ വാ. चलो अभी मीटिंग स्टार्ट. ഞാൻ വിളിക്കാം. മലയാള സിനിമാ വ്യവസായത്തിന് പുത്തൻ ഉണർവായി മാറിയ ഹരികുമാർ ചിത്രം ഇതിനകം 100 കോടി രൂപ കളക്ഷൻ പിന്നിട്ടു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഹരികുമാറിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ സംവിധാനം ചെയ്തത്. ഞാനൊരു 5 മിനിറ്റായി. मीटिंग में क्या हुआ बताया नहीं? പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു. നല്ല കുടുംബക്കാരാ, ബേസിക്കലി കൃഷിക്കാരാണ്. പയ്യൻ പഠിച്ചത് വെല്ലൂരാണ്, ഇപ്പൊ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. ഇവന് താഴെ 2 പേരുണ്ട്, ഒരു അനിയനും അനിയത്തിയും. 2 പേരും ഇപ്പോൾ ചെന്നൈയിൽ പഠിക്കുക. അപ്പൊ നല്ല കേസല്ലേ? നല്ല കേസൊക്കെയാണ്, പക്ഷെ അപ്പൻ്റെ അടുത്ത സുഹൃത്താണ് തൃശ്ശൂർ സോണൽ ഏജ്. അതാണ് ഒരു കുഴപ്പമായിട്ട് തോന്നിയത്. ഞാൻ അതോട്ട് വന്നോട്ടെ? ഹലോ, കൺഗ്രാജുലേഷൻസ്. ചെലവുണ്ട്. കൺഗ്രാറ്റ്. താങ്ക് യു സോ മച്ച്. നന്ദി ഞാനല്ലേ പറയണ്ടേ?
ഒരിക്കലുമല്ല. ചേട്ടന് വേണേ വേറെ ഏത് വലിയ സംവിധായകരിലേക്കും പോകായിരുന്നു. ഒരു തുടക്കക്കാരനായ എന്നെ പരിഗണിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം ചേട്ടാ. വാ, ചായ പറയട്ടെ? അയ്യോ ഒന്നും വേണ്ട, ഞാൻ വേറെ വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ രണ്ട് സന്തോഷങ്ങൾ ചേട്ടനായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ച് കയറിയത്. ഒന്ന് നമ്മുടെ 100 കോടി, പിന്നെ എന്റെ രണ്ടാമത്തെ സിനിമ കൺഫേംഡ് ആയിട്ടുണ്ട്. അടിപൊളി ഹീറോ. ആരുടെ കഥയാണ്? ആ കഥ എന്റെ തന്നെ, ഞാൻ തന്നെ എഴുതുന്നത്. നായകൻ ഫഹദ് ഫാസിൽ. എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേട്ടാ. ഇവിടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. ജോർജ് കുട്ടി ചേട്ടന് താല്പര്യമുണ്ടോ? ഉടനെ ഒരു പടം ആലോചിക്കുന്നില്ല, എനിക്ക് കുറച്ച് സമയം വേണം. എനിക്ക് എന്തെങ്കിലും ഒരു വേഷം ഉറപ്പായിട്ടും. അപ്പൊ ചേട്ടാ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് തിരക്കുണ്ട്. ഓക്കെ ശരിയാ, കാണാം. അനീഷേ, എനിക്കൊരു ഉപകാരം ചെയ്യാം. അതെന്ത് ചോദ്യം ചേട്ടാ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. മോനോട് ഡയറക്ടർ അനീഷ് രാജിനെ ഒന്ന് വിളിക്കാൻ പറ. വലിയ ഉപകാരം ജോർജ് കുട്ടി. മോന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ സിനിമക്കാരും പരിചയമില്ല, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ദയവായിട്ട് ജോർജ് കുട്ടി എന്റെ മുന്നിൽ എത്തിച്ചത്. ഓക്കെ സാർ, സാറിന് എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോ വേണേലും എന്നെ വിളിക്കാം. എന്നാ ശരി. चलो उनका भी काम करवा दिए. सुबह बोले रात तक हो भी गया काम. फटफट. പിള്ളേർ ഉറങ്ങിയോ? ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. എന്നിട്ടെന്തിനാ പോലീസുകാരൻ സുഹൃത്താണെന്ന കാരണത്താൽ ആ പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചു. ഇടി പോലീസുകാരുമായി ബന്ധമുള്ള ആരെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീ വിഷമിക്കണ്ട, സമയമാകുമ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ ദൈവം നമ്മുടെ മുന്നിലെത്തിക്കും. മോളുടെ കല്യാണം നടക്കാനായി 9 നൊവേന കൂടാന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. പിന്നെന്താ കുഴപ്പം? ജോർജ് കുട്ടിയുടെ ഒരു കാര്യത്തില് എനിക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ജോർജ് കുട്ടിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്. അത് പുതിയ സംഭവം അല്ല, അഞ്ജുവിന് വിദേശത്തുനിന്ന് ആലോചന നോക്കണ്ടെന്ന തീരുമാനം ശരിയല്ല എന്ന്. എന്റെ മകൾ എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? എങ്ങനെങ്കിലും അവൾ ഈ നശിച്ച നാട്ടിന്ന് ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെ. അവളുടെ എത്ര ആലോചനകളാ മുടങ്ങിപ്പോയെന്ന് ജോർജ് കുട്ടിക്ക് അറിയാവുന്നതല്ലേ. അതിന് ഈ നാടെന്ത് പിഴച്ചു? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് അതിന് കാരണം. പിന്നെ നാട്ടുകാർ പറയുന്നത് അത് മനുഷ്യ സഹജമായ കാര്യമാണ്. നമ്മൾ ഏത് നാട്ടിലായാലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. സമ്മതിച്ചു, പക്ഷെ അവളുടെ പ്രശ്നങ്ങള് അവള് തന്നെ കൈകാര്യം ചെയ്യാൻ പഠിക്കണ്ടേ? എന്തിനും ഏതിനും അവളിപ്പോ ജോർജ് കുട്ടിയെ ആശ്രയിക്കുക. അത് നല്ലതാണെന്ന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞൂന്ന് ജോർജ് കുട്ടി തന്നെ പറയുന്നു. അത് സത്യമാണെങ്കിൽ ഇനി അവളെ അവളുടെ വഴിക്ക് വിട്ടൂടെ? ഇപ്പൊ തന്നെ അനുവിന് പുറത്തു പോയി പഠിക്കണമെന്നുണ്ട്. അതിനെ എന്തിനാ ജോർജ് കുട്ടി തടയുന്നേ? പണമില്ലെന്ന് ഇനി പറയരുത്. അഞ്ജുവിനെ എവിടെ വേണേലും വിടാം, പക്ഷെ ചെറുതിനെ അവക്ക് ഇച്ചിരി പെടപ്പ് കൂടില്ല, കുറച്ചുകൂടെ പക്വത തരട്ടെ. എന്തിനും ഏതിനും ജോർജ് കുട്ടിക്ക് കുറെ മറുപടി എന്താന്നാ ചെയ്യും. अभी कौन आया? ये टाइम पे? हाँ, सुबह हो गई. न्यूज़पेपर क्या समाचार है आज के? पक्का कुछ ना कुछ तो. ജോർജ് കുട്ടി സാറിനെ ഒന്ന് കാണാൻ എഴുന്നേറ്റിട്ടില്ല. ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. ഞങ്ങൾ കാത്തു നിൽക്കാം. ഓക്കെ. इनसे क्या काम है? എന്താ ജോസേ, വാ. നിങ്ങൾ അവിടെ നിൽക്കാതെ അകത്ത് കയറി വാ.
ഇരിക്കേ. അല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം. നിങ്ങൾ ഇരിക്കാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല. പറയൂ, എന്താ വിശേഷം? ജോർജൂട്ടി സാറ് ജോസിനോട് ക്ഷമിക്കണം. എന്തിനെ? എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ പോലീസിൽ പോകരുതായിരുന്നു. ഞാൻ ആകപ്പാടെ തകർന്ന ഒരവസ്ഥയിലായിരുന്നു. ഇടയ്ക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നു, അതാ. അതിന് ജോസ് എന്ത് തെറ്റാ ചെയ്തത്? ഇല്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ പറഞ്ഞത്. നിങ്ങളെ കണ്ട കാര്യമല്ലേ? ആ പൈസ വാങ്ങിച്ച പിന്നെ ഞങ്ങൾക്ക് കഷ്ടകാലായിരുന്നു. എന്റെ അമ്മ കിടപ്പിലായി. ചികിത്സയ്ക്ക് തന്നെ നല്ലൊരു കാശ് ചെലവായി. കുറച്ചാൾ കഴിഞ്ഞപ്പോ അമ്മ മരിച്ചു. എന്ത് ചെയ്തിട്ടും ഒന്നും അങ്ങ് ശരിയാകുന്നില്ല. പോയിരുന്നു. അപ്പം കൗൺസിലിംഗ് ചെയ്ത അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്കൊരു കുടുംബത്തിന്റെ ശാപം ഉണ്ടെന്ന്. അയ്യോ, ഞാനോ എന്റെ കുടുംബമോ നിങ്ങളെ ആരെയും ശപിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? സത്യത്തിൽ ജോസ് എന്നെ സഹായിക്കുക ചെയ്തത്. സാറിനെ കളിയാക്കുകയാണോ? സത്യത്തിൽ ജോസ് അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ കേസിന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം. നിങ്ങൾ ഇറങ്ങാണോ? ചായ കുടിച്ചിട്ട് പോവാം. റാണി, ഇവർക്ക് ചായ എടുക്ക. അയ്യോ വേണ്ട, ഞങ്ങൾ ഇറങ്ങാം. ജോസ് ഇപ്പൊ എന്താ ബേക്കറി നടത്താം. ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ജോസേ? സ്വന്തമായിട്ട് ബോർമില്ലാത്തോണ്ട് വലിയ മെച്ചമൊന്നുമില്ല. അപ്പൊ ഒരു ബോർമ തുടങ്ങണം. അയ്യോ, അതിന് എന്റെ ഈ പൈസ ഇല്ല സാറേ. കട കാണിച്ച് ലോൺ എടുക്കണം. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു ലോൺ എന്നാ കാശ് ഞാൻ തരാം. അതും ശരിയാവില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല ജോസേ. അറിയാതാണെങ്കിൽ കൂടി ജോസിന്റെ പ്രവൃത്തി ഞങ്ങളുടെ കുടുംബത്തിന് ഗുണകരമായിട്ടാണ്. കാശ് ഞാൻ തരാം. ജോസിന് പറ്റുന്ന പോലെ തിരിച്ചു തന്നാ മതി. चलो इतना भी बोलती है, हेल्प हो गई उनकी. Exactly. उन्हें पसंद नहीं आ रहा, लेकिन ये सब बोले എന്ത് കാര്യം സർ, തെളിവില്ലല്ലോ. പിന്നെ പലതവണ അന്വേഷിച്ച് പരാജയപ്പെട്ടതുകൊണ്ട് പുതിയൊരു നീക്കത്തിന് പോലീസിന് നല്ല മടിയുണ്ട്. പിന്നെ കേസിന് പിറകെ പോവാൻ പ്രഭാകരനും കുടുംബത്തിനും ഒരു താല്പര്യമില്ല. ये मीडिया वाले इतना घुसे हुए हैं केस के अंदर. കൊടുത്തു എന്നത് സത്യമാണോ? സത്യമാണ് സർ. സാർ, ഇപ്പോ അവർക്ക് കേസിനോടുള്ള സമീപനം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? സർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. अच्छा, ये इनका मोटिव है. 24/7 ജോർജൂട്ടിയുടെ പുറകെ എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് കിട്ടാണ്ടിരിക്കില്ല. സാർ, അങ്ങനെ സംഭവിച്ചാ നമ്മുടെ ചാനലിന് അതൊരു ഭയങ്കര മൈലേജ് ആയിരിക്കും. इनके दो तरह से फायदे हैं एक्चुअली. एक तो केस भी सॉल्व होगा और प्लस मीडिया मतलब उनके चैनल को बूस्ट मिलेगा. यस, देखो फॉलो कर रहे हैं. बोले ना कि पूरा नजर रखे हुए हैं. लेकिन वो जॉर्ज कुट्टी सर है, इतना आसानी से उनको सब पता कुछ नहीं चल हो गया जाएगा. होगा, वहाँ पे ही उन्होंने नोटिस कर लिया. यस यस एग्जैक्टली. अच्छा, जो प्रपोजल आया था. यस. इतनी बड़ी स्विफ्ट में घूमेंगे, किसकी तो नजर तो पड़ेगी ना कि हर बार ये स्विफ्ट क्यों खड़ी है वहां पर. बेकरी, हर बार बेकरी. बेकरी से मुझे क्यों लग रहा है कुछ ना कुछ होगा कनेक्शन. यस. പത്രോസ് ചേട്ടൻ എങ്ങനെയുണ്ട്? ആള് കുറച്ച് വീക്കാണ്. പിന്നെ ഇത്രയും തന്നെ മുന്നോട്ട് പോയത് അത്ഭുതമാണെന്നാ ഡോക്ടർ പറയുന്നത്. വേദനയുണ്ടോ? ആ, വേദന പറയുമ്പോൾ മോർഫിൻ കൊടുക്കും. മോളെന്നാ സൗദിയിൽ നിന്ന് വന്ന? ഞാൻ 3 ദിവസമായി. ചേച്ചിക്ക് എത്ര കുട്ടികളാ? 2 പേര്. അവരിപ്പോ ബറോഡയിലോട്ട് മാറി അല്ലേ? ആ, ചേട്ടൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി. മോൾക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിയോ? ആ, അത് പറയാനാ ഞാൻ വന്നത്. എന്റെ കല്യാണം ഉറപ്പിച്ചു. എന്റെ കൂടെ സൗദിയിൽ വർക്ക് ചെയ്യുന്ന ആള് തന്നെയാ, രമേശ്. ആള് ഹിന്ദു ആണ്. അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ മാറി. ഇന്റർ കാസ്റ്റ് മാരേജ് ഇപ്പൊ ഭയങ്കര കോമൺ ആണ്. അതിലൊന്നും വലിയ കാര്യമില്ല. അത് ശരിയാ. പിന്നെ എന്റെ അച്ഛനും അമ്മയും പഴയ ആൾക്കാരല്ലേ, പിന്നെ എക്സ്പോഷറും കുറവാ. അപ്പോ അതുകൊണ്ട് കുറച്ചൊരു ഓർത്തഡോക്സ് ചിന്താഗതിയാണ്. അപ്പൊ നമ്മൾ അവരെ തിരുത്തണം അല്ലേ?
हाँ में हाँ भरनी पड़ रही है. മോളുടെ കല്യാണം എന്നാ? അടുത്ത മാസം 18-ാം തീയതി. ഓക്കെ. അപ്പോൾ ആദ്യം എനിക്ക് ഇവിടെ വന്ന് പറയാൻ തോന്നി. പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ? അയ്യോ വേണ്ട സർ, ഇപ്പൊ തന്നെ കുറെ തന്നില്ലേ. ഞാൻ നിങ്ങളുടെ അനുഗ്രഹം മേടിക്കാനാ വന്നത്. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും മോളുടെ കൂടെയുണ്ട്. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. പാവം കുട്ടി, കണ്ടു പഠിക്ക്. നല്ലൊരു ഹിന്ദു ചക്ര നിനക്ക്. എല്ലാം തലതിരിഞ്ഞല്ലേ കേറും. ശരി. अपनी बेटी का ख्याल आ रहा है. यस. इनके फोटोज क्लिक हुए, इन पे भी नजर रख रहे हैं. यस. ये लो, यहाँ पर भी आ गए. हाँ. अच्छा, वो स्विफ्ट पीछे ही चल रही है. फॉलो कर रहे हैं. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പേരെന്താ? ശ്രേയ. എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സാ. ഓ, ഏത് ഹോസ്പിറ്റലിലാ? നാട്ടിലല്ല, ഞാൻ സൗദിയിലാണ്. ഓക്കെ. പക്ഷെ എനിക്ക് എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ട്. വീട് എവിടെയാ? മണിമലയില്. അതിന്റെ അടുത്തല്ലേ പൊന്തമ്പുഴ ഫോറസ്റ്റ്? ആ ഫോറസ്റ്റിന്റെ ബോർഡറിലായിട്ട് വരും ഞങ്ങളുടെ വീട്. അവിടെയൊക്കെ അറിയോ? അല്ല, എൻ്റെ ഒരു അങ്കിൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ വന്നിട്ടുണ്ട്. സോ ചിലപ്പോ അവിടെ വെച്ച് കണ്ടതായി. बात स्टार्ट करने का स्टाइल देख रहे हो? ऑब्वियसली जर्नलिस्ट है तो पता है उसको यस, कैसे डील करना है. टेक्निक मालूम है, लेकिन अब इन्होंने क्या इन्फॉर्मेशन लेकर आया वो जानना इम्पोर्टेंट है. ചെറിയൊരു ക്യാച്ച് ഉണ്ടടാ. फॉरेस्ट. പേര് ശ്രേയ, വീട് മണിമല. ഓക്കെ. അതും പൊന്തമ്പുഴ ഫോറസ്റ്റിനടുത്ത്. പക്ഷെ ഇപ്പൊ ഏറ്റുമാനൂർ പോവാം. അഡ്രസ് മേടിച്ചോ? അഡ്രസ്സും ഫോൺ നമ്പർ ഇപ്പൊ ചോദിച്ച സംശയം. വീട് നമുക്ക് തപ്പി പിടിക്കാം. ഫോട്ടോ ഉണ്ടല്ലോ. मतलब अभी तक इनको इतनी ही इन्फॉर्मेशन मिली है. यस. लेकिन वो इनको क्या इन्फॉर्मेशन दे पाएगी? तूफान आने वाला है. ओह नो, उन पे हमला हुआ. हाँ. 2 लोग थे. इज इट कि इनको सिर्फ सपना आया? हो भी सकता है, दिखाई नहीं ना. लाइट्स की भारी कमी. ചായ. എന്ത് പറ്റി ജോർജ് കുട്ടിക്ക്? രാത്രി ഇടയ്ക്ക് എഴുന്നേറ്റ് എങ്ങോട്ടാ പോയത്? അമ്മ, ഞാൻ രാവിലത്തെ കുർബാനയ്ക്ക് പോവാണേ. അനു എന്തേ? അവള് വരുന്നില്ലെന്ന്. എന്തു പറ്റി? PMS ആന്നാ പറഞ്ഞ. ഒരു PMS. വേറെ ആർക്കും ഇതൊന്നും ഇല്ലാത്ത പോലെ. ഇവൾക്കെന്താ 15 ദിവസം കൂടുമ്പോഴാണോ വരുന്നത്? പള്ളി പോവാതിരിക്കാൻ ഓരോരോ കാരണങ്ങളും. അനു, നീ അനു. है दोनों भी है. സാറേ, സാറേ, वो भी सोच में डूबे हुए देख रहे हो. മത്താച്ചനോ? ഓ, കേറി വാ. റാണി. ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായ ഒന്നും വേണ്ട. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. क्या? क्या हुआ? हाँ. 2 ദിവസം മുമ്പ്
യാദൃച്ഛികമായിട്ട് ഞാനൊരു കല്യാണത്തിന് വെച്ച് നമ്മുടെ തേക്കൻകാട്ട് തോമാച്ചനെ കണ്ടിരുന്നേ. ഓക്കെ. നമ്മുടെ ആ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്ന ആലോചനയില്ലേ? അപ്പോൾ തോമാച്ചനുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. क्या बताया? इतना सस्पेंस क्रिएट कर रहे हैं. നമ്മളിവിടെ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് അയാളെ ആരോ രണ്ടുപേര് ഫോണിൽ വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. अरे അപ്പൊ അതുകൊണ്ടാണ് അവര് നമ്മളെ കേസിൽ നിന്ന് പിന്മാറിയെന്ന്. എന്ത് പറഞ്ഞു? നമ്മുടെ മോക്ക് ചെറിയ മാനസിക രോഗം फिर से ദേഹത്ത് വിട്ടാ മോള് വയലന്റ് ആവുന്നു. അപ്പോ അങ്ങനെയാ മറ്റേ പയ്യനെ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല കല്യാണം കഴിഞ്ഞാലും മോക്കൊരു നല്ല ദാമ്പത്യം ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പറഞ്ഞ ആളവരോട് പറഞ്ഞത്രേ. മോക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു ഡോക്ടറും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. മത്താശം വേണമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചു നോക്ക്. സാറേ ഇതൊക്കെ നുണയാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ അവര് വിശ്വസിക്കണ്ടേ? ഈ രണ്ടുപേരും ഒരേ കാര്യം തന്നെ പറഞ്ഞത്. ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ്. തോമാച്ചൻ്റെ ഞാൻ അവരെ നമ്പർ മേടിച്ചു. പല പ്രാവശ്യം ട്രൈ ചെയ്തു. പക്ഷെ അവരെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ആ വീട്ടുകാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പൊ അവിടെയും ഇതുപോലെ ഫോൺ കോൾ പോയിരുന്നു എന്ന് അറിഞ്ഞത്. സത്യത്തില് ഞാനത് തരാനാ വന്നതേ. എന്തായാലും ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ സാറേ. नंबर तो ये पता लगा है. अभी क्या कॉन्टेक्ट थोड़े बड़े हो गए ना. तो यहाँ पर कहानी में फिर से एक मेजर ट्विस्ट आ चुका है, क्योंकि यहाँ पर दिखाया गया है कि मीडिया वाले जो चीफ एडिटर है वो तो पीछा ही नहीं छोड़ रहे हैं जॉर्ज कुटी और उनकी फैमिली का. इनफैक्ट वहां पर वो ऐसा भी गेम खेल रहे हैं कि उनकी बेटी के लिए जितने भी मैरिजेस प्रपोजल्स आ रहे हैं उन सबको कॉल करके एक ही बात बोल रहे हैं कि उन्हें मानसिक इलनेस है, उन्हें मेंटल इलनेस है. तो इस वजह से वो कोई भी लड़के को हार्म कर सकती है. इस वजह से वहां पर उनका जो केस चल रहा है मर्डर वाला वो भी उन्होंने ही किया है. तो आपको ये वाला पार्ट कैसा लगा आप हमें कमेंट सेक्शन में जरूर बता सकते हो. तो इसी के साथ हम ये वीडियो समाप्त करते हैं. अगर आपको ये वीडियो अच्छा लगा हो तो प्लीज डू लाइक शेयर एंड सब्सक्राइब टू आवर चैनल दीपूस रिएक्शन एंड नेवर मिस एन अपडेट. हम मिलते हैं आपको अगले वीडियो में. तब तक के लिए बाय बाय एंड स्टे ट्यून्ड.